Next section is section 35D, amortization of preliminary expenses. ഈ സെക്ഷൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഇന്ത്യൻ കമ്പനീസിനും പ്രസൻറ്റ് നോൺ കോർപ്പറേറ്റ് അസസീസിനാണ്. ന്യൂ കമ്പനീസിൻ്റെ കേസിലാണെങ്കിൽ കമൻസ്മെൻറ്റിന് മുന്നേ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും എക്സ്പെൻസ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ദെൻ ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ എക്സ്റ്റൻഷൻ കംപ്ലീറ്റ് ആകുന്നവരെ ഇൻകർ ചെയ്തിട്ടുള്ള എക്സ്പെൻസും ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ദെൻ എലിജിബിൾ എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ അസസീസ്, നോൺ കോർപ്പറേറ്റ് അസസീസിൻ്റെ കേസിലാണെങ്കിൽ ഫീസിബിലിറ്റി റിപ്പോർട്ടിൻ്റെ പ്രിപ്പറേഷൻ ആയിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻഡിച്ചർ, ദെൻ പ്രൊജക്ട് റിപ്പോർട്ടിൻ്റെ, ദെൻ മാർക്കറ്റ് സർവേ, എഞ്ചിനീയറിംഗ് സർവീസസ്, ലീഗൽ ചാർജസ് ഫോർ ഡ്രാഫ്റ്റിംഗ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ അസസി ആൻഡ് അതർ പേഴ്സൺ. ദെൻ അസസി കമ്പനി ആണെങ്കിൽ മെമ്മോറാൻഡം ആൻഡ് ആർട്ടിക്കിൾസ് പ്രിപ്പയർ ചെയ്യുന്നതിന് വരുന്ന ലീഗൽ ചാർജസ്, പ്രിൻ്റ് ചെയ്യുന്നതിന് വരുന്ന എക്സ്പെൻസസ്, then fees for registering the company, then connection with issue of public subscription. ഈ എക്സ്പെൻഡിച്ചർ എല്ലാം ആണ് എലിജിബിൾ ആയിട്ടുള്ള എക്സ്പെൻസ്, റിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള എക്സ്പെൻസസ്. ഇനി സച്ച് അതർ എക്സ്പെൻഡിച്ചർ ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന, ഡിഡക്ഷന് എലിജിബിൾ ആണെന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മറ്റ് എക്സ്പെൻസസ്. ഇനി ഇൻഡിവിജ്വൽ അസസിയുടെ കേസിൽ പറഞ്ഞു, ആ എക്സ്പെൻസസ് എല്ലാം മസ്റ്റ് ബി ക്യാരിഡ് ഔട്ട് ബൈ ദ അസസി ഹിംസെൽഫ്, അസസി തന്നെ ആയിരിക്കണം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാകുക, ഓർ ബൈ എ കൺസേൺ വിച്ച് ഇസ് ഫോർ ദ ടൈം ബീയിങ് അപ്രൂവ്ഡ് ഇൻ ദിസ് ബിഹാഫ് ബൈ ബോർഡ്, അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവ് ചെയ്തിട്ടുള്ളൊരു കൺസേൺ, അവരായിരിക്കണം ആ എക്സ്പെൻസസ് ഇൻകർ ചെയ്തിട്ടുണ്ടാകുക. ഇനി ഓവറോൾ ലിമിറ്റ് എത്രയാണെന്ന് നോക്കാം എക്സ്പെൻസിൻ്റെ. റെസിഡൻറ്റ് നോൺ കോർപ്പറേറ്റ് അസസീസിൻ്റെ കേസിലാണെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രോജക്റ്റിൻ്റെ 5%, ഇന്ത്യൻ കമ്പനീസിൻ്റെ കേസിലാണെങ്കിൽ 5% ഓഫ് കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ് ഓർ 5% ഓഫ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് വിച്ച് എവർ ഇസ് ഹയർ. ആ എമൗണ്ടാണ് അതിൻ്റെ 1/5 ആണ് എന്ത് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. അത് 5 കോൺസിക്യൂട്ടീവ് വർഷം ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും 35D പ്രകാരം. കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് മറ്റേ ഫിക്സ്ഡ് അസറ്റ്സിൻ്റെ കോസ്റ്റ് ആസ് ഓൺ ദ ലാസ്റ്റ് ഡേ ഓഫ് ദ ഇയർ. എക്സ്റ്റൻഷൻ വരെയുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് അതുവരെ ഇൻകർ ചെയ്തിട്ടുള്ള കോസ്റ്റ്, ഫിക്സ്ഡ് അസറ്റ്സ് പർച്ചേസ് ചെയ്യാനായിട്ട്. ദെൻ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ബോറോവിങ്സ്, ഇതിൻ്റെ എല്ലാം ആഗ്രിഗേറ്റ് ആണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത്. സോ നോൺ കോർപ്പറേറ്റ് റെസിഡൻറ്റ് നോൺ കോർപ്പറേറ്റ് അസസീസിൻ്റെ കേസിലാണെങ്കിൽ 5% ഓഫ് കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ്. ദെൻ ഇന്ത്യൻ കമ്പനീസിൻ്റെ കേസിലാണെങ്കിൽ 5% ഓഫ് കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ് ഓർ 5% ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ് വിച്ച് എവർ ഇസ് ഹയർ. ഇനി ഈ സെക്ഷൻ ഓപ്റ്റ് ചെയ്യുന്ന അസസീസ് അതർ ദാൻ കമ്പനി ആണെങ്കിൽ അക്കൗണ്ട്സ് അറ്റ്ലീസ്റ്റ് 1 month മുന്നേ എങ്കിലും, റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് 1 month മുന്നേ എങ്കിലും ഓഡിറ്റ് ചെയ്തിട്ടുണ്ടാകണം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ. ഓക്കെ, കമ്പനി അല്ലാണ്ട് മറ്റ് അസസീസ്. സോ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ 31st October ഓഫ് റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ ആണെങ്കിൽ അതിന് 1 month മുന്നേ എങ്കിലും ഓഡിറ്റ് ചെയ്തിട്ടുണ്ടാകണം ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. സോ 31st October 1 month മുന്നേ എന്ന് പറയുമ്പോൾ 30th September. സോ ഇനി അസസ്മെൻറ്റ് ഇയർ 2023 ഓൺ ഓർ ബിഫോർ 31st October ആണെങ്കിൽ 1 month മുന്നേ 2023 30th September. ഇനി മറ്റ് പ്രൊവിഷൻ ഈ ആക്ട് പ്രകാരം മറ്റ് ഡിഡക്ഷൻസ് ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. എന്തുമേൽ ആ എക്സ്പെൻഡിച്ചറുമേൽ, ഇപ്പോൾ ഒരു എക്സ്പെൻഡിച്ചറുമേൽ നമ്മൾ ഡിഡക്ഷൻ ക്ലെയിം ചെയ്തു, ഇനി ആ എക്സ്പെൻഡിച്ചറുമേൽ ഈ ആക്ട് പ്രകാരമുള്ള മറ്റ് പ്രൊവിഷൻസ് പ്രകാരം ഒന്നും ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് സെക്ഷൻ സെക്ഷൻ 35DDA, അതായത് അമോർട്ടൈസേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് അണ്ടർ വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം. സോ വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം എന്ന് പറയുന്നത് എംപ്ലോയിക്ക് കൊടുക്കുന്ന എമൗണ്ട് ആണ്. സോ എമൗണ്ട് എലിജിബിൾ ഫോർ ഡിഡക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ആ വർഷം അതിൻ്റെ 1/5 ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ആ എക്സ്പെൻസിൻ്റെ 1/5 ഡിഡക്ഷനായിട്ട് ഇൻകർ ചെയ്യുന്ന വർഷം ക്ലെയിം ചെയ്യാൻ പറ്റും. ബാക്കി പകുതി വെച്ച് 4 വർഷം. സോ ടോട്ടൽ 5 years നമുക്ക് ആ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. സെയിം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ എക്സ്പെൻഡിച്ചറിന്മേൽ മറ്റ് പ്രൊവിഷൻസ് പ്രകാരമുള്ള ഡിഡക്ഷൻസ് ഒന്നും ആപ്ലിക്കബിൾ അല്ല ഇൻ കേസ് വി ഓപ്റ്റ് ഫോർ 35DDA. ഇനി സെക്ഷൻ 36 അതർ റിഡക്ഷൻസ്. സോ സെക്ഷൻ 36 സബ്സെക്ഷൻ 1 ക്ലോസ് 1 ഇൻഷുറൻസ് പ്രീമിയ പെയ്ഡ്, അതായത് ഇൻഷുറൻസ് പോളിസി, സ്റ്റോക്ക് കോസ്റ്റ്, ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന സ്റ്റോക്ക് ഓഫ് സ്റ്റോഴ്സിനെതിരെ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പ്രീമിയം പേ ചെയ്യുന്ന എമൗണ്ട് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. മറ്റെന്തെങ്കിലും ഇൻഷുറൻസ് ആണ് എടുത്തെങ്കിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സോ ഇൻഷുറൻസ് ടേക്കൺ ഓഫ് റിസ്ക്, ഡാമേജ് ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് സ്റ്റോക്ക് ഓർ സ്റ്റോഴ്സ്
പ്രീമിയം പെയ്ഡ് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. The next health insurance is 36(1)(1)(b. So health insurance എംപ്ലോയിക്ക് വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് പേ ചെയ്യുന്നതാണെങ്കിൽ ക്യാഷ് പേയ്മെൻറ്റ് അല്ലാതെ മറ്റെന്തെങ്കിലും മോഡ് ആണെങ്കിൽ റിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. The next is 36(1)(2) ബോണസ് ആൻഡ് കമ്മീഷൻ. സോ എംപ്ലോയിക്ക് പേ ചെയ്യുന്ന ബോണസ് ആൻഡ് കമ്മീഷൻ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും, except in case where it is paid as part of profits or dividends. പ്രോഫിറ്റോ ഡിവിഡൻറ്റോ ആയിട്ട് പേ ചെയ്യുന്നതാണെങ്കിൽ റിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അല്ലാതെ ആണെങ്കിൽ അഡീഷണൽ ആയിട്ട് പ്രോഫിറ്റിൽ നിന്നെടുത്താണ് ബോണസ് അല്ലെങ്കിൽ ഇത് പേ ചെയ്യുന്നതെങ്കിൽ റിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. The next section is section 36 subsection 1 clause 3 interest on borrowed capital. So in some cases we borrow capital to purchase fixed assets for business. ആ ബിസിനസ് എല്ലാം അസറ്റ്സ് എക്വയർ ചെയ്യുന്നതിന് നമ്മൾ ക്യാപിറ്റൽ ബോറോ ചെയ്യും. അതിൽ പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഫ്രം ദ ഡേറ്റ് ക്യാപിറ്റൽ ബോറോ ചെയ്യുന്നത് മുതൽ അസറ്റ് പുട്ട് ടു യൂസിന് ഉപയോഗിക്കുന്ന വരെയുള്ള ഇൻട്രസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല. അത് ഡിഡക്ഷനായിട്ട് ക്ലെയിം അത് ക്യാപിറ്റലൈസ് ചെയ്യുന്ന ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് സെക്ഷൻ 36(1)(3)(8) ഡിസ്കൗണ്ട് ഓൺ സീറോ കൂപ്പൺ ബോൺസ്. സോ സീറോ കൂപ്പൺ ബോൺസ് മേലുള്ള ഡിസ്കൗണ്ട് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡൻറ്റ് ആൻഡ് അതർ ഫണ്ട്. സെക്ഷൻ 36(1)(4) and 5. സോ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, കോൺട്രിബ്യൂഷൻ ടു എംപ്ലോയീസ് RPF അല്ലെങ്കിൽ അപ്രൂവ്ഡ് സൂപ്പർആനുവേഷൻ ഫണ്ട് അപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി ഫണ്ട് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. പീരിയോഡിക് പേയ്മെൻ്റ് ആയിരിക്കണം, വൺ ടൈം പേയ്മെൻ്റ് ആകരുത്. ദെൻ അത് എംപ്ലോയിയുടെ ബെനിഫിറ്റിന് വേണ്ടി ആയിരിക്കണം. The next section is section 36(1)(4)(a). Employer's contribution to the account of employee under a pension scheme referred to in section 80 CCD. So pension scheme പ്രകാരം എംപ്ലോയിക്ക് കൊടുക്കുന്ന എമൗണ്ട് അതിൻ്റെ ഡിഡക്ഷൻ എന്ന് പറയുന്നത് 10%. എംപ്ലോയിക്ക് കൊടുക്കുന്ന സാലറിയുടെ 10% നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. പ്രീവിയസ് ഇയറിൽ എംപ്ലോയിക്ക് കൊടുക്കുന്ന സാലറിയുടെ 10% ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഈ സാലറി എന്ന് പറയുന്നത് സാലറി ഇൻക്ലൂഡ് ബേസിക് സാലറി, ഡിയർനെസ് അലവൻസ് ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. അലവൻസസും പെർക്വിസിറ്റ്സും ഒന്നും കൺസിഡർ ചെയ്യാൻ പാടില്ല. അതായിട്ട് ബന്ധപ്പെട്ട് ഇലസ്ട്രേഷൻ നമ്പർ 9 ഉണ്ട്. എക്സ് കോൺട്രിബ്യൂട്ട്സ് 20% ഓഫ് ബേസിക് സാലറി ടു ദ അക്കൗണ്ട് ഓഫ് ഈച്ച് എംപ്ലോയി അണ്ടർ എ പെൻഷൻ സ്കീം റെഫർ ടു ഇൻ സെക്ഷൻ 80 CCD. സോ 20% ഓഫ് ബേസിക് സാലറി പെൻഷൻ പേ ചെയ്തു. ഡിയർനെസ് അലവൻസസ് 40% of basic salary and it forms part of employment. If it not form part of employment, salary നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. Then compute the amount of deduction allowable. Deduction calculate ചെയ്യുക. If basic salary aggregate to 10 lakh, would this allowance attract and if so to what extent? So ഇവിടെ സാലറി എന്ന് പറയുന്നത് എത്രയാണ്? സാലറി എന്ന് പറയുന്നത് 10 lakh ആണ്. Then dearness allowance 40% ഉണ്ട്. So for the purpose of this computation, salary include basic salary and dearness allowance. So salary 10 lakh plus dearness allowance 10 lakh in the എത്ര പെർസെൻ്റ് ആണ്? 40%, 4 lakh. So total salary എന്ന് പറയുന്നത് 14 lakh ആണ്. ഓക്കെ, ഇനി ആക്ച്വലി എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തു എക്സ് ലിമിറ്റഡ്? 20% ഓഫ് ബേസിക് സാലറി പെൻഷൻ സ്കീം പ്രകാരം കോൺട്രിബ്യൂട്ട് ചെയ്തു. ബേസിക് സാലറി ഇസ് 10 lakh. 10 lakhൻ്റെ 20% 2 lakh ആക്ച്വലി കോൺട്രിബ്യൂട്ട് ചെയ്തു. ഇനി സെക്ഷൻ 36(1)(4)(a) പ്രകാരം ഡിഡക്ഷൻ എത്ര ക്ലെയിം ചെയ്യാൻ പറ്റും? 10% ഓഫ് സാലറി ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. സോ 10% ഓഫ് സാലറി എന്ന് പറയുന്നത് 10% ഓഫ് 40 lakh 1.4 lakh ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. സോ ആക്ച്വലി കോൺട്രിബ്യൂട്ട് ചെയ്തത് 2 lakh ആണ്, അതിൽ ഡിഡക്ഷൻ 1.4 lakh ആണ്. സോ എക്സസ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 60,000 വരും, അത് ഡിസലൗഡ്, ഇറ്റ് കനോട്ട് ബി ഡിഡക്റ്റഡ്. ഇനി അതിലൊരു സെക്ഷൻ പറയുന്നുണ്ട് എമൗണ്ട് റിസീവ്ഡ് ബൈ ആൻ അസസി എംപ്ലോയർ. സോ ഇവിടെ അസസി എന്ന് പറയുന്നത് എംപ്ലോയർ ആണ്. എംപ്ലോയർക്ക് കിട്ടിയ എമൗണ്ട് ആസ് കോൺട്രിബ്യൂഷൻ ഫ്രം ഹിസ് എംപ്ലോയീസ് ടുവേർഡ്സ് their welfare fund to be allowed only if such amount is credited on or before the due date under the relevant act. സോ എംപ്ലോയർക്ക് എംപ്ലോയിയുടെ കയ്യിൽ നിന്നും ഫണ്ടിലേക്ക് കോൺട്രിബ്യൂഷൻ എമൗണ്ട് കിട്ടി. ഈ എമൗണ്ട് എംപ്ലോയർ ഫണ്ടിലേക്ക് ഡ്യൂ ഡേറ്റിന് മുന്നെയോ ഡ്യൂ ഡേറ്റിനന്നോ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇനി വിതിൻ ഡ്യൂ ഡേറ്റ് പേ ചെയ്തിട്ടില്ലെങ്കിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഡ്യൂ ഡേറ്റ് ഉദ്ദേശിക്കുന്നത് ഡേറ്റ് ബൈ വിച്ച് അസസി ഈസ്
required as an employer to credit such contribution to the employee's account. എംപ്ലോയിയുടെ അക്കൗണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ഫൈനൽ ഡേറ്റ് ആണ് ഡ്യൂ ഡേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ അല്ല. ഓക്കെ, സോ എംപ്ലോയർക്ക് കോൺട്രിബ്യൂഷൻ എമൗണ്ട് കൊടുത്തു, ആ എംപ്ലോയർ ഈസ് obligated to deposit that amount into the employee's fund account within the due date on or before the due date. അങ്ങനെ within the due date ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോൺട്രിബ്യൂഷൻ നമുക്ക് റിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. വിതിൻ ദ ഡ്യൂ ഡേറ്റ് ചെയ്തില്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് സെക്ഷൻ 36(1)(7) ആൻഡ് സെക്ഷൻ 36(2) ബാഡ് ഡെപ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. ഓക്കെ, സോ കമ്പനി അസസ് ചെയ്തപ്പോൾ ബാഡ് ഡെപ്റ്റ് ഒരു 1,50,000 ഉണ്ട്. അതിൽ അസസിങ് ഓഫീസർ 1 lakh അലൗ ചെയ്തുള്ളൂ. അസസിങ് ഓഫീസർ അലൗ ചെയ്തപ്പോൾ 1 lakh ബാഡ് ഡെപ്റ്റ് ആയിട്ട് അലൗ ചെയ്തുള്ളൂ. ബാക്കി നോട്ട് അലൗഡ് എത്രയുണ്ട്? 50,000 ഉണ്ട്. ഓക്കെ, സോ ബാക്കി നോട്ട് അലൗഡ് 50,000 ഉണ്ട്. സോ ഈ 1,50,000 1 lakh അസസിങ് ഓഫീസർ അലൗ ചെയ്തു, 50,000 അലൗ ചെയ്തില്ല. സോ ഈ വർഷം നമുക്ക് 1 lakh ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻ കേസ് റിക്കവർ ചെയ്തു ബാഡ് ഡെപ്റ്റ് ഫ്യൂച്ചർ ഇയറിൽ റിക്കവർ ചെയ്തു, ഒരു 70,000 റിക്കവർ ചെയ്തു എന്ന് വെച്ചു. അലൗ ചെയ്ത് കഴിഞ്ഞാൽ റെഡ്യൂസ് ചെയ്യുക, 70,000 നമുക്ക് റിക്കവർ ചെയ്തു. 70,000 along with not allowed 50,000 will be chargeable to tax under PGBP. Next section is section 36(1)(9) expenses on family planning by a company. So family planning incur ചെയ്ത expenditure in the nature of revenue will be allowed as deduction. അതേപോലെ തന്നെ ക്യാപിറ്റൽ നേച്ചറിലുള്ള എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ ആ വർഷം 1/5 ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും, ബാക്കി അടുത്ത 4 വർഷം ക്ലെയിം ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ സെക്ഷൻ ഈസ് ഓൺലി ആപ്ലിക്കബിൾ, ഈ ഡിഡക്ഷൻ ഈസ് ഓൺലി ആപ്ലിക്കബിൾ ടു കമ്പനീസ്. മറ്റൊരു അസസിക്കും ഇത് ആപ്ലിക്കബിൾ അല്ല. ദെൻ അൺഅബ്സോർബ്ഡ് പാർട്ട് അലവൻസ് അലൗ ചെയ്യാത്ത ബാക്കി പാർട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യാം. നെക്സ്റ്റ് സെക്ഷൻ ഇസ് 36(1)(15). So deduction of security transaction tax paid. So security transaction tax paid by the assessee ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. എപ്പോൾ? ആ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻസിൽ നിന്നും കിട്ടുന്ന ഇൻകം PGBP ഹെഡിൽ ചാർജബിൾ ആണെങ്കിൽ മാത്രമേ ഈ സെക്ഷൻ പ്രകാരം ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, PGBP ആ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻസിൽ നിന്നും വരുന്ന ഇൻകം PGBP ഹെഡിൽ ടാക്സബിൾ അല്ലെങ്കിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ട്രേഡിംഗ് ഓഫ് ഷെയർസ് ആണെങ്കിൽ, ബിസിനസ് എന്ന് പറയുന്നത് SSCയുടെ ബിസിനസ് എന്ന് പറയുന്നത് ട്രേഡിംഗ് ഓഫ് ഷെയർസ് ആണെങ്കിൽ ആ ഇൻകം എന്ന് പറയുന്നത് PGBP ഹെഡിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഡിഡക്ഷൻ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്തിരിക്കുന്നത് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. സെയിം കേസ് കോമഡിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പെയ്ഡ്, അതിൽ നിന്ന് വരുന്ന കോമഡിറ്റീസിൻ്റെ ട്രാൻസാക്ഷൻസിൽ നിന്ന് വരുന്ന ഇൻകം PGBP ഹെഡിൽ ചാർജബിൾ ആണെങ്കിൽ ടാക്സ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. സെക്ഷൻ 37 റെസിഡറി എക്സ്പെൻസസ് ആണ്. അതായത് ഇത്രയും നേരം പഠിച്ച സെക്ഷൻ 30 മുതൽ 36 വരെ വരാത്ത ബാക്കി എക്സ്പെൻസസ്. ഇതിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ഇൻകോർഡ് ഫോർ പർപ്പസ് ഓഫ് ക്യാരിയിങ് ഓൺ ബിസിനസ്, പ്രൊഫഷൻ ഓർ വൊക്കേഷൻ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു ദി എമൗണ്ട് ആക്ച്വലി സ്പെൻഡ്. കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഈ സെക്ഷൻ 30 മുതൽ 36 വരെയുള്ള എക്സ്പെൻസിൽ വരാൻ പാടില്ല. അസസി ഇൻകർ ചെയ്തിട്ടുണ്ടാകണം ആ അക്കൗണ്ടിങ് ഇയറിൽ. ദെൻ അസസി ക്യാരി ചെയ്യുന്ന ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസസ് ആയിരിക്കണം. ദെൻ ബിസിനസ് സെറ്റപ്പ് ചെയ്തതിന് ശേഷം വരുന്ന എക്സ്പെൻസ് മാത്രമേ റിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കമൻസ്മെൻറ്റിന് മുന്നുള്ള എക്സ്പെൻസസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ദെൻ പേഴ്സണൽ എക്സ്പെൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ദെൻ ഹോളി ആൻഡ് എക്സ്ക്ലൂസീവ്ലി ബിസിനസ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് എക്സ്പെൻസ് ആയിരിക്കണം. ക്യാപിറ്റൽ നേച്ചറുള്ള എക്സ്പെൻസ് എടുക്കാൻ പറ്റില്ല. ഓക്കെ, ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. റവന്യൂ എക്സ്പെൻഡിച്ചർ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ദെൻ it should not have been incurred by the assessee for any purpose which is an offense or is prohibited by law. എന്തായാലും ലോക്ക് എതിരായിട്ട് എന്തെങ്കിലും എക്സ്പെൻസ് ആണ് ഉള്ളതെങ്കിൽ അതുമേൽ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ എന്തായാലും പറ്റില്ല. ഓക്കെ, ദെൻ തേർഡ് വൺ ഈസ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ കീമാൻ ഇൻഷുറൻസ് പോളിസി. കീമാൻ ഇൻഷുറൻസ് പോളിസിയിൽ പ്രീമിയം എമൗണ്ട് പേ ചെയ്തത് ബിസിനസ് എക്സ്പെൻഡിച്ചർ ആണ്. സോ അതുകൊണ്ട് തന്നെ ഡിഡക്ഷൻ ആയിട്ട് സെക്ഷൻ 37 പ്രകാരം ക്ലെയിം ചെയ്യാം. The next section is section 37(1) disallowance of CSR expenditure. So CSR എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോ ചില കണ്ടീഷൻസ്
കമ്പനീസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ CSR കോൺട്രിബ്യൂഷൻ നടത്തണം. സോ ആ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നോട്ട് കൺസിഡേർഡ് ആസ് CSR ആക്ടിവിറ്റി ഇഫ് ഇറ്റ് ഇസ് അണ്ടർടേക്കൺ ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിലോ, ആ എക്സ്പെൻഡിച്ചർ എംപ്ലോയീസിനോ അവരുടെ ഫാമിലീസിനോ ആണ് നടത്തിയതെങ്കിലോ, പൊളിറ്റിക്കൽ പാർട്ടീസിനാണ് കോൺട്രിബ്യൂട്ട് ചെയ്തതെങ്കിലോ CSR ആക്ടിവിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യില്ല. മറ്റ് CSR ആക്ടിവിറ്റിക്ക് വേണ്ടി എക്സ്പെൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതും ഡിഡക്ഷൻ ആയിട്ട് അലൗ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻകം. അത് പ്രോഫിറ്റിൽ നിന്ന് എടുത്താണ് CSR ആക്ടിവിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ it will not be allowed as deduction. പിന്നെ അഡ്വർടൈസ്മെൻറ്റ് ഇൻ സോവറിൻസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസിന് വേണ്ടി അഡ്വർടൈസ്മെൻറ്റ്സ് നടത്തുന്നതിൽ അതും ഡിസലവൻസ് ആണ്, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല.